സംവിധായകനും എഴുത്തുകാരനുമായ മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റിംഗിൽ വിശാഖിന്റെ സംവിധാനത്തിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ. അങ്ങനെ ടെർബോ ഇന്ന് റിലീസായിരിക്കുകയാണ്. പാലക്കാട് ന്യൂ ആരോമ എന്ന് പറയുന്ന തിയേറ്ററിൽ നിന്ന് ഞാൻ ചിത്രം കണ്ടിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോഷ. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റടിച്ച ചിത്രത്തിന്റെ സംവിധായകനായ മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ വിശാഖ് എന്ന് പറയുന്ന സംവിധായകന്റെ ഡയറക്ഷനിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെ നിർമ്മിച്ച, മമ്മൂക്ക അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ. അരിവിപ്പുറത്ത് ജോസ് അഥവാ ടെർബോ ജോസ് എന്ന ജോസൂട്ടിയായിട്ടാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ഒരു ഇടുക്കിക്കാരനായിട്ടാണ് എന്നാടാവേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കഥാപാത്രവും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൻ്റെ തല്ലുന്ന സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തിനൊക്കെയാണ് മമ്മൂക്ക ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയുടെ അമ്മയായിട്ട് വന്നിരിക്കുന്നത് ബിന്ദു പണിക്കറാണ്. അതുപോലെ തന്നെ ഒരു ബ്രദറിൻ്റെ അതേ സ്ഥാനത്ത് വരുന്ന ഒരു കഥാപാത്രത്തിൽ ചെയ്തിരിക്കുന്നത് ശബരീഷാണ്. അപ്പം അങ്ങനെ ഇടുക്കി പശ്ചാത്തലത്തിൽ ഒരു അവരുടെ പള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നാട്ടുമ്പുറത്തൊരു തല്ല് നടത്തുന്ന ഒരു സാധാരണ ജീപ്പ് ഡ്രൈവറായിട്ടുള്ള ഒരു ടെർബോ ജോസിൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോസിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരികയും തുടർന്ന് രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന നമ്മുടെ കന്നഡത്തിലെ ഒരു റൈസിംഗ് സ്റ്റാർ എന്നൊന്നും പറയാൻ പോരാ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രാജ്ബി ഷെട്ടി എന്ന ഒരു വില്ലനെ കാണുകയും തുടർന്ന് എങ്ങനെ കഥ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഥ ഏത് ദിശയിലേക്ക് പോകുന്നു, എങ്ങനെ ഇത് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ടെർബോ ജോസുമായിട്ട് ഈ രാജ്ബി ഷെട്ടിക്ക് എങ്ങനെ പക വരുന്നു എന്നുള്ളതൊക്കെയാണ് ചിത്രം പറയുന്നത്. ചിത്രം എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി ഇടി പാട്ടമാണ് ടെർബോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്നിനും മെച്ചമായ രീതിയിൽ, ഇത്ര ബ്ലെൻഡായ രീതിയിൽ ഒരു സിനിമ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡയറക്ഷൻ ആവട്ടെ, ലൈറ്റിംഗ് ആവട്ടെ, ക്യാമറ ആകട്ടെ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആകട്ടെ, ആക്ഷൻ സീക്വൻസുകളാകട്ടെ, ആക്ടിങ് ആവട്ടെ, സൂപ്പറായിരുന്നു. എല്ലാവരും ഈ ടീമിന് മൊത്തത്തിൽ തന്നെ കയ്യടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം അത്ര മികച്ച രീതിയിൽ ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ എടുത്ത് ഇത്ര മികച്ച രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി കണ്ടുവരുന്ന ഇന്ന് വലിയ പുതുമകളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ സ്ക്രിപ്റ്റാണ് മിഥുൻ മാനുവൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന വിശാഖിൻ്റെ ഒരു വിഷനാണ് പറയേണ്ടത്. ഓരോ സീനും, ഒരു ചെറിയ സീനാണെങ്കിൽ കൂടി അത് മോശമായി പോകരുത്, അതിനൊരു കല്ലുകടി ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ക്യാമറയിൽ എത്രത്തോളം ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടെക്നിക്ക് കാണിച്ചുകൊണ്ടാണ് ഇതിനെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഓരോ കുഞ്ഞു സീനുകളും കാണുമ്പോൾ നമുക്ക് ഒരു ഞെട്ടൽ വരും. എടാ ഇതെങ്ങനെ ഷൂട്ട് ചെയ്തടാ, ഇതെന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തതെന്ന് നമുക്കൊരു ഞെട്ടൽ വരും. ആ ഞെട്ടലോട് കൂടിയാണ് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ക്രിസ്റ്റോ സേവിയർ. മ്യൂസിക് ഒരു രക്ഷയില്ല. പാട്ടൊന്നും ഇല്ല ചിത്രത്തിൽ. എനിക്ക് തോന്നുന്നു 2 പാട്ടോ 1 പാട്ടോ മറ്റോ ഉള്ളൂ. ബാക്കി മൊത്തം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇത്ര കിടിലനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ അടുത്തൊന്നും കേട്ടിട്ടില്ല. എമിനത്തിൻ്റെ ഒരു ചെറിയൊരു ഫാനാണ് ഞാൻ, റാപ്പ് ഗോഡായിട്ടുള്ള പുള്ളിയുടെ. മലയാളത്തിൽ ഒരു റാപ്പ് സോങ് ക്രിയേറ്റ് ചെയ്യുക, അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടിട്ട് ഒരു പൊളപ്പൻ ഇടി സ്ക്രീനിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റത്തില്ലാത്ത സാധനമായിരുന്നു. ഇപ്പം മലയാളത്തിലൊക്കെ സിമ്പിളായിട്ട് പിള്ളേരൊക്കെ സിമ്പിളായിട്ട് സാധനം ചെയ്യുന്നുണ്ട്. പോളി പോളി പൊളി സാധനം. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 73-കാരൻ്റെ വിളയാട്ടം. പുള്ളിയോട്, മമ്മൂക്കയോട് ഇൻ്റർവ്യൂവിൽ ഒരുത്തൻ ചോദിച്ചിരുന്നു ടെർബോ ജോസിൻ്റെ ഇടിക്ക് എത്ര കിൻഡൽ കാണുമെന്ന്. ചിത്രത്തിൽ പറയുന്നുണ്ട് 440 വോൾട്ട് പവറുണ്ട് അതിന്. അത്ര പവർ തന്നെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. ഈ ഒരു 73-കാരൻ്റെ വിളയാട്ടം, പച്ചയായിട്ട് പറഞ്ഞാൽ വിളയാടുകയായിരുന്നു പുള്ളിക്കിടെ എന്തൊക്കെയാണോ പോസിറ്റീവ്, പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പുള്ളി സ്കോർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് മുഴുവൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനിൽ പോലും പുള്ളി ഡൗൺ ആയി പോയതായിട്ട് അല്ലെങ്കിൽ അവിടെ അയ്യോ എന്ന് തോന്നുന്നതായിട്ട് ഒരു സീനിൽ പോലും വന്നില്ല. പുള്ളി സ്ക്രീനിൽ വന്നപ്പോൾ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. മമ്മൂക്കയുടെ എറയാണിത്, മമ്മൂക്കയുടെ സമയമാണിത്, മമ്മൂക്കയുടെ ഒന്നും പറയാനില്ല, ടൈമാണ് പുള്ളിയുടെ. ഗംഭീരം ഒന്നും പറയാനില്ല. സിനിമയുടെ ശരിക്കും ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ പടത്തിൻ്റെ ട്രെയിലർ കണ്ട് എനിക്ക് 1% പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സിനിമ പൊട്ടും എന്ന് 100% ഉറപ്പോടു കൂടിയാണ് ഞാൻ തിയേറ്ററിലും പോയത്.
പക്ഷെ എന്നിട്ടും എനിക്കൊരു 50% പ്രതീക്ഷ വെച്ചതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മോശമായിട്ടൊരു സ്ക്രിപ്റ്റ് എടുത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കില്ല എന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയത്. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറച്ചു. കിടുക്കിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ലാലേട്ടനെയും ലാലേട്ടൻ ഫാൻസിനെ ഓർത്തു. കാരണം ലാലേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ലാലേട്ടൻ്റെ ഒരു മുണ്ട് മടക്കി കുത്തിയുള്ള ഒരടി, മീശ വിരിച്ചുള്ള അടി. ഇതൊക്കെ കുറേ നാളുകളായിട്ട് മലയാളി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് മമ്മൂക്ക ചെയ്ത് ഇന്ന് കണ്ടു. രണ്ടുപേരിൽ ആര് ചെയ്താലും നമുക്ക് സന്തോഷം. രണ്ടും നമ്മുടെ സ്വന്തം സ്വത്തുക്കളാണ്. ഫസ്റ്റ് ഒരുപാട് ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ക്ലൈമാക്സിലെ ഫൈറ്റ് ഒരു കിൻഡൽ പരുവായിരുന്നു. അടി അവിടെ പൊട്ടുമ്പോൾ നമുക്കിട്ട് കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അമ്മാതിരി കൊറിയോഗ്രാഫി ആയിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറയാം. കൊറിയോഗ്രാഫറുടെ പേര് ഞാൻ നോക്കിയില്ല, സോറി. ഗംഭീര വർക്കായിരുന്നു. എന്ന് പറയാൻ ഗംഭീര വർക്കായിരുന്നു. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലേക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത് പറയേണ്ടത് ബിന്ദു പണിക്കറാണ്. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ അന്യായ സ്കോറിംഗ് ആയിരുന്നു. ചിത്രത്തിൽ ഒരുപാട് സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരിടുന്നൊരു കോമഡി ഉണ്ട്. മമ്മൂക്കയാകട്ടെ ബിന്ദു പണിക്കരാകട്ടെ ഒരു രക്ഷയില്ലാത്ത ടൈമിങ്, ഒരു രക്ഷയില്ലാത്ത കൗണ്ടറും. അതിന് തിയേറ്ററിൽ കുലുങ്ങി ചിരിച്ചു പോകും. അമ്മാതിരി സാധനമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ശബരീഷ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റോള്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നൊരു നല്ലൊരു മുഴുനീള റോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും നല്ലതായി. അതുപോലെ തന്നെ അഞ്ജന ജയപ്രകാശ്, നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം വരുന്നതാണ് പുള്ളിക്കാരത്തി. നന്നായിട്ട് തന്നെ ക്യാരക്ടറിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം ആദ്യം മുതൽ അവസാനം വരെ അവരെ കാണാൻ സാധിച്ചു. ഒരുപാട് ചാൻസുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല ഒരു മുഹൂർത്തങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പുള്ളിക്കാരത്തി. എന്തായാലും പുള്ളിക്കാരത്തിയുടെയും അഭിനയം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും, രാജ്ബി ഷെട്ടി വില്ലനായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു രസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുനിൽ വന്ന സീനുകളിലൊക്കെ നല്ല രീതിയിൽ കോമഡിയും കാര്യങ്ങളും എല്ലാം വർക്കൗട്ടായി. ദിലീഷ് പോത്തനാണെങ്കിലും വന്ന സീനുകളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നൊരു വെടിക്കെട്ട് സർപ്രൈസ് സാധനമൊക്കെ ക്ലൈമാക്സിലേക്ക് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശാഖിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്ക്രിപ്റ്റ് ആക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നതും ട്വിസ്റ്റിൻ്റെ മേളിൽ ട്വിസ്റ്റ് കൊണ്ടുവരുന്നതും ഒരു ശീലമാണ്. അത് ബോറടിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെയിൽ എൻഡിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും. അതിൽ ആരാണ് വരാൻ പോകുന്നതെന്നുള്ളതും ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് തിയേറ്ററിൽ നല്ലൊരു കൈയ്യടി തന്നെ ഉണ്ടായിരുന്നു. കാരണം അപ്രതീക്ഷിതമായി കിട്ടിയൊരു ബോണസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ടർബോ ജോസിൻ്റെ വക ഒരു ബോണസ് സാധനമായിരുന്നു. അതും ഗംഭീരമായി. എന്തായാലും എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം കുറേ നാൾ കൂടിയിട്ട് ഒരു ഇടിപ്പടം കണ്ട് ഞാൻ ഹാപ്പിയായ ഒരു മൊമെൻ്റ് ആയിരുന്നു. എന്തായാലും തിയേറ്ററിൽ വാച്ചാണ്. കാരണം ആ തിയേറ്ററിൽ കാണാനുണ്ട്. സൗണ്ട് കൊണ്ടാകട്ടെ, അതിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി കൊണ്ടാകട്ടെ, ക്യാമറ വർക്ക് കൊണ്ടാകട്ടെ, തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാനുള്ളൊരു വക ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ്. മലയാള സിനിമയ്ക്ക് ഇപ്പം നല്ലൊരു സമയം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 5 മാസം കൊണ്ട് 1000 കോടിക്ക് മുകളിൽ മലയാള സിനിമ മാത്രം കളക്ട് ചെയ്തു. ഇപ്പോൾ വരുന്ന ചിത്രങ്ങളും നല്ലൊരു റെസ്പോൺസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇനി ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല സിനിമകളും വരട്ടെ. പ്രേക്ഷകർക്കെല്ലാം നല്ലൊരു സമയമായിരിക്കട്ടെ. ഒരു എൻജോയ് ചെയ്യാനുള്ളൊരു നല്ലൊരു സമയമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും മമ്മൂട്ടി കമ്പനി വീണ്ടും ഒരു ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. സൂപ്പർ ഒന്നും പറയാനില്ല. ടർബോ ജോസ് അതൊരു സംഭവം തന്നെയാണ് മക്കളെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.